ഷാർജയിൽ മരിച്ച അതുല്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോയി തേവലക്കരയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് അതുല്യയുടെ ബന്ധുക്കളാണ്. ഈ പോസ്റ്റ്മോർട്ടത്തിൽ എത്രത്തോളം വിശ്വാസ്യതയുണ്ട്? പോസ്റ്റ്മോർട്ടത്തിൽ വിശ്വാസമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഒരുപക്ഷെ എംബാമിങ് കഴിഞ്ഞു വന്നതായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെയാണ് പോസ്റ്റ്മോർട്ടത്തിന് പ്രതീക്ഷയുണ്ട്? തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. പിന്നെ അത് റിപ്പോർട്ടൊന്നും നമുക്ക് കിട്ടിയില്ലല്ലോ. റിപ്പോർട്ടെല്ലാം ഏകദേശം ഒരു 3 മണിക്കൂറോളം നീണ്ട അതെ റീപോസ്റ്റ്മോർട്ടം ആയതിന്റെ പേര് സമയം ഒരുപാട് എടുത്തിട്ടുണ്ട്. അവര് എല്ലാ നോക്കിയല്ല ചെയ്തു. ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത് പോസ്റ്റ്മോർട്ടത്തിൽ പ്രതീക്ഷയുണ്ടെന്നാണ്. കാരണം എംബാമിംഗ് കഴിഞ്ഞ മൃതദേഹം ഇന്ന് രാവിലെയോടുകൂടിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. ഏകദേശം 3-3.5 മണിക്കൂറോളം ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ നടന്നിരിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം കൊല്ലം തേവലക്കരയിലുള്ള സ്വവസതിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും വളരെ വൈകാരികമായി തന്നെ ഞങ്ങൾക്ക് ഈ നിമിഷങ്ങൾ കടന്നുപോയത് വളരെ വൈകാരികമായി തന്നെയാണ്. കാരണം കഴിഞ്ഞ ഒരു മാസത്തിനിടെ 2 പേരാണ് ദുബായിൽ ഇത്തരത്തിൽ വളരെ ദാരുണമായി വീട്ടുകാരുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയൊക്കെ പീഡനത്തിൽ മരണപ്പെട്ടു പോയിരിക്കുന്നത്. ഏറ്റവും സങ്കടകരമായ വാർത്തയാണ്. ഇത്തരം വാർത്തകൾ ഇനിയും റിപ്പോർട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനിസൻ, വിസ്മയ ന്യൂസ്.